ഹലോ ഫ്രണ്ട്സ്, ഞാൻ ആതിര. ആർട്സ് ആൻഡ് ഡിസൈൻസിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്ലാൻഡിംഗ് ലൈനും കർവ്ഡ് ലൈനിനെയും കുറിച്ചുമാണ്. ഇതിനു മുമ്പ് രണ്ടു തരം ലൈൻസ് നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാത്? സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും. ഇനിയുള്ളത് രണ്ട് ലൈൻസാണ്, സ്ലാൻഡിംഗ് ലൈൻ ആൻഡ് കർവ്ഡ് ലൈനും. ഈ ലൈൻസ് പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം: ഇത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ കൈ സ്ട്രോങ് ആകുകയും അക്ഷരങ്ങൾ നല്ല ഈസിയായി അവർക്ക് എഴുതാൻ കഴിയുകയും ചെയ്യും. സ്ലാൻഡിംഗ് ലൈൻ നമുക്ക് നോക്കാം. സ്ലാൻഡിംഗ് ലൈൻ ഇങ്ങനെ ചരിച്ച് വരയ്ക്കുന്നതാണ് സ്ലാൻഡിംഗ് ലൈൻ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇലയാണ്. ഈ ഇലയിൽ ഡോട്ട്സ് ചരിച്ചിട്ടിരിക്കുന്നു. അതിന് മുകളിലൂടെ വരയ്ക്കുന്നതാണ് സ്ലാൻഡിംഗ് ലൈൻ. നിങ്ങൾക്കിത് കുഞ്ഞുങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം. നടുവിലൂടെ ഒരു വലിയ വര വരച്ചു. അതിന് ഇരുവശവുമായും കുറച്ച് ഡോട്ട്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലൂടെ വരച്ച് യോജിപ്പിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് യോജിപ്പിക്കുന്നുണ്ടല്ലേ? ഇതെന്താ? സ്ലാൻഡിംഗ് ലൈൻ. അടുത്തതായി രണ്ട് റൗണ്ടുകൾ തമ്മിൽ യോജിപ്പിക്കുന്ന രീതിയിലാണ് വരയ്ക്കുന്നത്. കണ്ടോ? രണ്ട് റൗണ്ടുകൾ, അതിന് നടുവിലൂടെ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തു. അതിന് മുകളിലായി ചരിച്ച് വരച്ച് ചേർക്കുന്നു. ഇതിനേക്കാളും നീളം കുറച്ചിട്ടുള്ളതാണ് ഈ ലൈൻ. ഇതുപോലെ രണ്ട് ഡോട്ട് ഇട്ടതിന് ശേഷം കുഞ്ഞുങ്ങളോട് വരയ്ക്കാൻ പറയാം. ഈ സ്ലാൻഡിംഗ് ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ എ എഴുതാം, വി എഴുതാം, ഡബ്ല്യു എഴുതാം. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കർവ്ഡ് ലൈനിനെ കുറിച്ചാണ്. ഇതുപോലെ റാ പോലെ, ഞാനിപ്പോൾ മീൻ പോകുന്നതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അതുപോലെയാണ് യു പോലെ ഒരു രീതി. ഇത് മറ്റൊരു രീതിയാണ്. കർവ്ഡ് ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ എൻ, യു, ഡി, ബി എന്നീ ലെറ്റേഴ്സ് എഴുതാൻ കഴിയും. കണ്ടോ? ഇതാണ് കർവ്ഡ് ലൈൻ. ഇതുപോലെ പാറ്റേൺസ് വരപ്പിക്കാം. ഇതിപ്പോൾ ഞാനിവിടെ കുറച്ച് പാറ്റേൺസ് വരച്ചിട്ടുണ്ട്. പാറ്റേൺസ് കുത്തുകൾ അതിന് മുകളിലൂടെ വരയ്ക്കുന്നതാണ്. കണ്ടു? അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് ആ കുത്തുകളിന് മുകളിലായി വരയ്ക്കാൻ പഠിക്കുന്നു. അങ്ങനെ കർവ്ഡ് ലൈൻ നമ്മൾ പഠിച്ചു അല്ലേ? കണ്ടോ? കുത്തിന് മുകളിലായി വരച്ച് ചേർക്കുന്നു.
റൗണ്ട് വരയ്ക്കാനും ഷേപ്സ് വരയ്ക്കാനും ഒക്കെ നമ്മളെ കർവ്ഡ് ലൈൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊരു കാറ്റർപില്ലറാണ്. അടുത്തതായി നമ്മൾ ഷേപ്സ് വരയ്ക്കാനാണ് പോകുന്നത്. കുഞ്ഞുങ്ങളെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അടുത്ത വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ കുഞ്ഞുങ്ങളെ ലെറ്റേഴ്സ് എങ്ങനെ നമുക്ക് പഠിപ്പിക്കാം എന്നതായിരിക്കും. താങ്ക് യു.